പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് 130ാമത്തെ ചോദ്യമായിട്ടാണ്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ആൻജിയോസ്പേംസ് എന്ന് പറയുന്ന ആ വൃക്ഷങ്ങളെക്കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ലഘുക്കുറിപ്പ് തയ്യാറാക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആൻജിയോസ്പേംസ് ആർ പ്ലാന്റ്സ് ദാറ്റ് പ്രൊഡ്യൂസ് ഫ്ലവേഴ്സ്. അതായത് ആൻജിയോസ്പേം പ്ലാന്റ്സ് എന്താണ് ചെയ്യുന്നത്? പൂക്കളെ ഉൽപ്പാദിപ്പിക്കുകയാണ്. ആൻഡ് ബെയർ ദെയർ സീഡ്സ് ഇൻ ദ ഫ്രൂട്ട്. അവയുടെ വിത്തുകളെ ഫ്രൂട്ടിന് അല്ലെങ്കിൽ പഴങ്ങൾക്കകത്താണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് റീപ്രൊഡക്റ്റീവ് പാർട്സ് ആർ പ്രസൻറ്റ് ഇൻ ദ ഫ്ലവേഴ്സ് ഓഫ് ആൻജിയോസ്പേം പ്ലാന്റ്സ്. അതായത് ആൻജിയോസ്പേം പ്ലാന്റിൻ്റെ പൂക്കളുടെ അകത്ത് റീപ്രൊഡക്റ്റീവ്, അതായത് പ്രത്യുൽപാദനത്തിന് ആവശ്യമായ അവയവങ്ങൾ പ്രസൻറ്റ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ആൻജിയോസ്പേംസ് പ്രൈമർലി റീപ്രൊഡ്യൂസ് സെക്സ്വലി ത്രൂ ദ പ്രൊഡക്ഷൻ ആൻഡ് ഫെർട്ടിലൈസേഷൻ ഓഫ് പോളൻ ആൻഡ് എഗ് സെൽസ് ഇൻ ദ ഓവറി. അപ്പോൾ ആൻജിയോസ്പേം പ്രൈമർലി, അതായത് ആൻജിയോസ്പേം പ്ലാന്റ്സ് പ്രൈമർലി മുഖ്യമായിട്ടും റീപ്രൊഡ്യൂസ് സെക്സ്വലിയാണ് അവ പ്രത്യുൽപാദനം നടക്കുന്നത്. ത്രൂ ദ പ്രൊഡക്ഷൻ, അതായത് ഉൽപ്പാദനത്തിലൂടെയും, ആൻഡ് ഫെർട്ടിലൈസേഷനിലൂടെയും. എന്താണ് ഉൽപ്പാദനം നടത്തുന്നത്? പോളൻ്റെ ഉൽപ്പാദനത്തിലൂടെയും എഗ്ഗിൻ്റെ ഉൽപ്പാദനത്തിലൂടെയും. ആൻഡ് സെൽസ് എവിടെയാണ് എന്താണ് ചെയ്യുന്നത്? അവ റീപ്രൊഡക്ഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദ ഫെർട്ടിലൈസേഷൻ പ്രൊഡ്യൂസസ് സീഡ്സ്. ഇൻ ആൻജിയോസ്പേം പ്ലാന്റുകളിൽ ഫെർട്ടിലൈസേഷൻ എന്തിനു സഹായിക്കുന്നു? വിത്തുകളെ ഉൽപ്പാദിപ്പിക്കുവാൻ സഹായിക്കുന്നു. ഫ്രൂട്ട്സ് ഓഫ് ആൻജിയോസ്പേം പ്ലാന്റ്സ് ആർ സീൻ കവറിങ് ദ സീഡ്സ്. ആൻജിയോസ്പേം പ്ലാന്റിൻ്റെ ഫ്രൂട്ടുകൾ എന്താണ് ചെയ്യുന്നത്? അവയുടെ വിത്തിനെ ആവരണം ചെയ്തിരിക്കുന്നു. ഓക്കെ, കോംപ്ലക്സ് വസ്കുലർ സൈലം ടിഷ്യൂസ് ആർ സീൻ ഇൻ ആൻജിയോസ്പേം പ്ലാന്റ്സ്. അതായത് ആൻജിയോസ്പേം പ്ലാന്റുകളിൽ സങ്കീർണമായ വസ്കുലർ ടിഷ്യൂകളെ കാണുവാനായിട്ട് സാധിക്കും. ട്രച്ചഡീസ് ആർ പ്രസൻറ്റ് ഇൻ ആൻജിയോസ്പേം പ്ലാന്റ്സ്. അതുപോലെ തന്നെ ട്രച്ചഡീസും എവിടെയാണ്? ട്രച്ചഡാസ് ആറും പ്രസൻറ്റ് അവിടെ കാണുവാനായിട്ട് സാധിക്കും. എവിടെ? ആൻജിയോസ്പേം പ്ലാന്റുകളിൽ കാണുവാനായിട്ട് സാധിക്കും. എക്സാമ്പിൾ ഫോർ ആൻജിയോസ്പേം പ്ലാന്റ്സ് ആർ ഹിബിസ്കസ്, അതായത് ചെമ്പരത്തി, മാംഗോ ട്രീ, മാവ്, ആൻഡ് കോക്കനട്ട്. അതായത് നമുക്ക് പറയാം കോക്കനട്ട് ട്രീ എന്നോ, അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് സപ്പോട്ട എന്നോ, അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചെടികളുടെ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ തന്നിരിക്കുകയാണ്. ഇൻഡിക്കേറ്റേഴ്സ്, അതായത് 148 ഒരു ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞേച്ച് നമുക്ക് ചില കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അതൊന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കാം. ഓക്കെ, ഡിഫറെൻറ്റ് ഡിവിഷൻസ് ഓഫ് കിങ്ഡം പ്ലാന്റ് എന്നുള്ളതാണ് ആദ്യമായിട്ട് തന്നിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ്. എന്താണ് കിങ്ഡം പ്ലാന്റയിലെ വിവിധ ഡിവിഷനുകൾ എന്നാണ് അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. അതായത് കിങ്ഡം പ്ലാന്റയിൽ ഏതെല്ലാമാണ് വ്യത്യസ്തമായിട്ട് ഡിവിഷനുകളായിട്ട് വിഭജിച്ചിരിക്കുന്നത്. ഡിഫറെൻറ്റ് ഡിവിഷൻ ഓഫ് കിങ്ഡം പ്ലാന്റ് ആർ, അതായത് കിങ്ഡം പ്ലാന്റയിലെ വ്യത്യസ്ത ഡിവിഷനുകൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ആൽഗെ എന്ന് പറയുന്നതാണ് ഒന്ന്. രണ്ടാമതായിട്ട് ബ്രയോഫൈറ്റ എന്ന് പറയുന്നതാണ്. മൂന്നാമതായിട്ട് ടെറിഡോഫൈറ്റ എന്ന് പറയുന്ന ചെടിവർഗ്ഗങ്ങളാണ്. നാലാമതായിട്ട് ജിംനോസ്പേസ് എന്ന് പറയുന്ന ചെടിവർഗ്ഗങ്ങളാണ്. അഞ്ചാമതായിട്ട് ആൻജിയോസ്പേസ് എന്ന് പറയുന്ന ചെടിവർഗ്ഗങ്ങളാണ്. അപ്പം നമുക്ക് ഓൾറെഡി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഏതെല്ലാമാണ് കിങ്ഡം പ്ലാന്റയിലെ ഡിവിഷനുകളുടെ ഇടയിൽ വരുന്ന ഏതെല്ലാം ക്ലാസ്സുകളായിട്ടാണ് കിങ്ഡം പ്ലാന്റയെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്ന്. ഇനി 132ാമത്തെ ചോദ്യമായിട്ട് ഇവിടെ തന്നിരിക്കുന്ന ഇൻഡിക്കേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ, പെക്യൂലിയാരിറ്റീസ് ഇൻ റീപ്രൊഡക്ഷൻ ഇൻ കിങ്ഡം പ്ലാന്റേ. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കിങ്ഡം പ്ലാന്റയിലെ പ്രത്യുൽപാദനത്തിൻ്റെ സവിശേഷതകൾ, സവിശേഷതകൾ ഓഫ് റീപ്രൊഡക്ഷൻ്റെ പ്രത്യുൽപാദനത്തിൻ്റെ സവിശേഷതകൾ എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ആൽഗയെക്കുറിച്ചാണ്. ആൽഗയിലെ പ്രത്യേകത എന്താണ്? ആൽഗയിൽ ബോത്ത് സെക്സ്വൽ ആൻഡ് അസെക്സ്വൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻസ് ആർ സീൻ. അതായത് ആൽഗയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ലൈംഗികമായിട്ടും അലൈംഗികവുമായിട്ടുള്ള പ്രത്യുൽപാദന നമുക്ക് എവിടെ കാണുവാനായിട്ട് സാധിക്കും? ആൽഗയിൽ കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് ബ്രയോഫൈറ്റ എന്ന് പറയുന്ന ചെടികളാണ്. അപ്പോൾ ഈ ബ്രയോഫൈറ്റയുടെ പ്രത്യേകത എന്താണ്? ഇൻ ബ്രയോ
ബ്രയോഫൈറ്റ റീപ്രൊഡക്ഷൻ ഈസ് ഡൺ ത്രൂ ഗെയിമേറ്റ്സ് ആൻഡ് സ്പോർസ്. അതായത് ബ്രയോഫൈറ്റയിൽ റീപ്രൊഡക്ഷൻ പ്രത്യുൽപാദനം നടക്കുന്നത് എങ്ങനെയാണ്? ഗെയിമേറ്റ്സിലൂടെയും സ്പോറിലൂടെയുമാണ് എന്ത് നടക്കുന്നത്? പ്രത്യുൽപാദനം നടക്കുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്ന ചെടി ഏതാണ്? ടെറിഡോഫൈറ്റ എന്ന് പറയുന്ന ചെടിയാണ്. അപ്പോൾ ടെറിഡോഫൈറ്റയിൽ എങ്ങനെയാണ് പ്രത്യുൽപാദനം നടക്കുന്നത്? റീപ്രൊഡക്ഷൻ ഈസ് മെയിൻലി ത്രൂ സ്പോർസ്. അതായത് റീപ്രൊഡക്ഷൻ പ്രത്യുൽപാദനം മുഖ്യമായും നടക്കുന്നത് സ്പോറിലൂടെയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നാലാമത്തെ ചെടിയാണ്. ഏതാണത്? ജിംനോസ്പേസ് എന്ന് പറയുന്ന ആ ചെടിവർഗ്ഗമാണ്. ആ ചെടിവർഗ്ഗത്തിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് നോൺ ആസ് കോൺസ് ആർ പ്രസന്റ്. അതായത് ജിംനോസ്പേസ് എന്ന് പറയുന്ന ചെടിവർഗ്ഗത്തിൽ പ്രത്യുൽപാദനത്തിന് വേണ്ടുന്ന സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറിന് പറയുന്ന പേരാണ് കോൺസ് എന്നാണ് പറയുന്നത്. ഈവൻ ദോ സീഡ്സ് ആർ ഫോംഡ് ദേ ആർ നോട്ട് എംബൈഡഡ് വിത്ത് ഫ്രൂട്ട്സ്. അതായത് ഈ ജിംനോസ്പേസ് ചെടികളിൽ എന്താണ്? സീഡ്സ് രൂപപ്പെടുന്നുണ്ട്. പക്ഷേ ആ സീഡ് ഒരിക്കലും പഴത്തിൻ്റെ അകത്തല്ല ഇരിക്കുന്നത്. അത് എംബൈഡഡ്, അത് കവർ ചെയ്യപ്പെട്ടിട്ടുള്ള എന്തുമായിട്ട്? കവർ ചെയ്തിട്ടില്ല. എന്തായിട്ട്? ഫ്രൂട്ട്സുമായിട്ട്. ഇനി അവസാനമായിട്ട് കണ്ട് ഇവിടെ നമ്മൾ പഠിച്ചിരിക്കുന്ന ചെടിവർഗ്ഗം ഏതാ? ആൻജിയോസ്പേസ്. ആൻജിയോസ്പേസ് എന്ന് പറയുന്ന ചെടിവർഗ്ഗത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആൻജിയോസ്പേസ് റീപ്രൊഡക്റ്റീവ് പാർട്സ് ആർ പ്രസൻറ്റ് ഇൻ ദ ഫ്ലവർ. അതായത് ആൻജിയോസ്പേസിൽ എന്താണ് നമ്മൾ കാണുന്നത്? റീപ്രൊഡക്റ്റീവ് പാർട്സ് ആർ പ്രസൻറ്റ്. പ്രത്യുൽപാദനത്തിന് ആവശ്യമായ പാർട്സ് അതിൻ്റെ ചെടികളിലുണ്ട്. ഏതൊക്കെയാണ്? പോളൻ ഉണ്ട്, ഓവറി ഉണ്ട്. അവ ഫെർട്ടിലൈസേഷൻ നടന്നാണ് ആൻജിയോസ്പേസ് ചെടികളിൽ എന്ത് സംഭവിക്കുന്നത്? പ്രത്യുൽപാദനം നടക്കുന്നത്. ഇനി നമ്മൾ 132ാമത് ചോദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇൻഡിക്കേറ്റേഴ്സിൽ ലാസ്റ്റ് പോയിൻ്റാണ്. പ്രസൻസ് ഓഫ് വസ്കുലർ ടിഷ്യൂ ഇൻ കിങ്ഡം പ്ലാന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സംവഹന കലകളുടെ സാന്നിധ്യം. അതായത് ഈ വസ്കുലർ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി അറിയണം കേട്ടോ. കാരണം ഈ ചെടിയുടെ ഒരു ഭാഗത്തു നിന്നും മറ്റേ ഭാഗം വരെ ജലവും ലവണങ്ങളും ഉപ്പും ഒക്കെ കൊണ്ടുപോകുന്ന ആ കലകൾക്കാണ് മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അൽഗയിൽ വസ്കുലർ ടിഷ്യൂക്കളുണ്ടോ. അപ്പോൾ നമുക്ക് പറയാം അൽഗേസ്. ഇൻ അൽഗെ വസ്കുലർ ടിഷ്യൂസ് ആർ ആബ്സെൻറ്റ്. അതായത് അൽഗയിൽ വസ്കുലർ ടിഷ്യൂക്കൾ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് ബ്രയോഫൈറ്റ എന്ന് പറയുന്ന ചെടിവർഗ്ഗമാണ്. അപ്പോൾ ബ്രയോഫൈറ്റയിലും എന്താണ്? വസ്കുലർ ടിഷ്യൂസ് ആർ ആബ്സെൻറ്റ്. അതായത് അവിടെയും വസ്കുലർ ടിഷ്യൂകൾ ബ്രയോഫൈറ്റയിലും ഇല്ല. മൂന്നാമതായിട്ട് തന്നിരിക്കുന്ന ഏതാണ്? ടെറിഡോഫൈറ്റ. ടെറിഡോഫൈറ്റ എന്ന് പറയുന്ന ചെടിവർഗ്ഗത്തിൽ വസ്കുലർ ടിഷ്യൂസ് വിത്ത് സിമ്പിൾ സ്ട്രക്ചേഴ്സ് ആർ സീൻ. അവയുടെ വസ്കുലർ ടിഷ്യൂക്കളുണ്ട്, പക്ഷേ അത് വളരെ ചെറിയ സ്ട്രക്ചറുകൾ കൊണ്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി നാലാമതായിട്ട് തന്നിരിക്കുന്ന ചെടിവർഗ്ഗത്തിൻ്റെ പേരെന്താണ്? ജീനോസ്പേസ് എന്ന് പറയുന്ന ചെടിവർഗ്ഗമാണ്. ജീനോസ്പേസിൽ എങ്ങനെയാണ്? കോംപ്ലക്സ് വസ്കുലർ ടിഷ്യൂസ് ആർ സീൻ. അതായത് ജീനോസ്പേസിൽ വളരെ സങ്കീർണമായ വസ്കുലർ ടിഷ്യൂക്കളെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി അവസാനമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഏതാണ്? ആൻജിയോസ്പേസ് എന്ന് പറയുന്ന ചെടിവർഗ്ഗമാണ്. അപ്പോൾ ആൻജിയോസ്പേസിൽ എങ്ങനെയാണ്? കോംപ്ലക്സ് വസ്കുലർ ടിഷ്യൂസ് ആർ സീൻ. അപ്പോൾ ആൻജിയോസ്പേസിലും കോംപ്ലക്സ് വസ്കുലർ ടിഷ്യൂസിനെയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം ആൽഗെ മുതൽ ആൻജിയോസ്പേസ് വരെ വരുമ്പോഴും ഒന്നും ഇല്ലാത്ത സ്ഥലം മുതൽ എന്താണ് പറയുന്നത്? ആൽഗയിലും ബ്രയോഫൈറ്റയിലും വസ്കുലർ ടിഷ്യൂസ് ഇല്ല. ടെറിഫൈറ്റയിലേക്ക് വന്നു കഴിയുമ്പോൾ കുറച്ചൊക്കെ ഉണ്ട്. ജിംനോസ്പേസിൽ കോംപ്ലക്സ് ആണ്. അതുപോലെ തന്നെ ആഗ്നിയോസ്പേസിലും എന്താണ്? ആൻജിയോസ്പേസിൽ ചെടികളിലും എന്താണ്? കോംപ്ലക്സ് ആയിട്ടുള്ള വസ്കുലർ ടിഷ്യൂസിനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ഇനി നമ്മൾ അടുത്തൊരു വീഡിയോയിലേക്ക് പോകാം.